ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക മാപ്പ് നോക്കിയാൽ സൗദി അറേബ്യയെ കാണാം. അമേരിക്കയുടെ 1/5 വലിപ്പം. ഭൂവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ 14ാമത്തെ വലിയ രാജ്യമാണിത്. 2.14 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഏതാണ്ട് പടിഞ്ഞാറൻ യൂറോപ്പിന് തുല്യമാണ്. വാർഷിക മഴ 150 മില്ലിമീറ്ററിൽ താഴെയാണ്. ഭൂമിയിലെ ഒരു സ്ഥിര നദി പോലും ഇല്ലാത്ത ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. എന്നിരുന്നാലും രാജ്യത്തിന്റെ മരുഭൂമിയിൽ അസാധാരണമായ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. 1960കളുടെ തുടക്കത്തിൽ സൗദി അറേബ്യയിൽ 400 ചതുരശ്ര കിലോമീറ്റർ ഫലഭൂയിഷ്ടമായ ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ രാജ്യത്ത് അസാധാരണമായി കാണപ്പെടുന്ന വയലുകളുടെ വിശാലമായ കാർഷിക ശൃംഖലയുണ്ട്. അത് കർഷകർക്ക് വൈവിധ്യമാർന്ന ഭക്ഷണവും പഴങ്ങളും വളർത്താൻ അനുവദിക്കുന്നു. ഈ മരുഭൂമി ഹരിതവനമായി മാറുന്നത് ഒരു സംശയമില്ലാതെ ഒരു ആശ്വാസകരമായ കാഴ്ചയാണ്. എന്നാൽ സൗദി അറേബ്യ എങ്ങനെയാണ് ഈ നേട്ടത്തിനായി പ്രയത്നിച്ചത്? 1960കളുടെ തുടക്കത്തിൽ സൗദി അറേബ്യയിൽ 400 ചതുരശ്ര കിലോമീറ്റർ മാത്രമേ കൃഷിയോഗ്യമായ ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും സൗദി അറേബ്യക്ക് ഇപ്പോൾ 35,000 ചതുരശ്ര കിലോമീറ്റർ കൃഷിയോഗ്യമായ ഭൂപ്രദേശമുണ്ട്. അത് നെതർലൻഡിനേക്കാൾ വലുതും ഖത്തറിന്റെ 3 വലിപ്പവുമാണ്. ഇത്രയും കുറഞ്ഞ കാലയളവിനുള്ളിൽ കൃഷിയോഗ്യമായ ഭൂമിയുടെ അളവ് വിപുലീകരിക്കാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്നത് ദുരൂഹമാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി സൗദി അറേബ്യയുടെ കാർഷിക പുരോഗതി അമ്പരപ്പിക്കുന്നതാണ്. പ്രതിവർഷം ശരാശരി കുറച്ച് മഴ മാത്രം പെയ്യുന്ന ഒരു രാജ്യത്ത് ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. ഇവിടുത്തെ മഴയുടെ അളവ് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരം സൗദി അറേബ്യയിലാണ്. 1938 മാർച്ചിൽ 1440 മീറ്റർ ആഴത്തിൽ സൗദി അറേബ്യയിലെ ദമാം എണ്ണപ്പാടത്തിൽ എണ്ണ കണ്ടെത്തി. ലോകത്തെ തെളിയിക്കപ്പെട്ട പെട്രോളിയം കരുതൽ ശേഖരത്തിന്റെ ഏകദേശം 17% ഇപ്പോൾ സൗദി കൈവശപ്പെടുത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ 1 ലിറ്റർ കുടിവെള്ളത്തിന് 1 ലിറ്റർ എണ്ണയേക്കാൾ കൂടുതൽ വിലയാണ്. 75 ബില്യൺ ബാരൽ എണ്ണ ശേഷിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന കവാർ എണ്ണപ്പാടം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ വിഭവമാണ്. ഒരു താരതമ്യം എന്ന നിലയിൽ 47,70,897 ഒളിമ്പിക് വലിപ്പത്തിലുള്ള നീന്തൽ കുളങ്ങൾ നിറയ്ക്കാൻ ആവശ്യമായ കരുതൽ ശേഖരം എണ്ണപ്പാടത്തിലുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സൗദി അറേബ്യയിൽ വെള്ളം ഒരു പ്രധാന പ്രശ്നമാണ്. എന്നിരുന്നാലും സൗദി അറേബ്യ നിലവിൽ ഗോതമ്പ്, ഈന്തപ്പഴം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, മത്സ്യം, കോഴി, പഴങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ എന്നിവ അന്താരാഷ്ട്ര വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. മുമ്പ് സൗദി ഭക്ഷണത്തിന്റെ പ്രധാന ഘടകമായിരുന്ന ഈന്തപ്പഴം ഇന്ന് ലോകമെമ്പാടും മാനുഷിക സഹായത്തിനായി കൃഷി ചെയ്യുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? തെക്ക് പടിഞ്ഞാറുള്ള തീരദേശത്തിന്റെ ഇടുങ്ങിയ പ്രദേശം ഒഴികെ അറേബ്യൻ പെനിൻസുലയിലെ ഭൂരിഭാഗം കൃഷിയും ഈന്തപ്പഴ കൃഷിയിലും മരുപ്പച്ചയില ചെറിയ തോതിലുള്ള പച്ചക്കറി ഉൽപാദനത്തിലും ഒതുങ്ങി. പ്രദേശവാസികൾക്കുള്ള ഭക്ഷണം ചെറിയ പ്ലോട്ടുകൾ വഴി വിതരണം ചെയ്തു. കൂടാതെ മിച്ചമുള്ളത് കടന്നുപോകുന്ന കാരവാനുകൾക്ക് വിറ്റു. രാജ്യത്തിന്റെ കാർഷിക വികസനം 1970കളിൽ ആരംഭിച്ചു. ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളും ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ സർക്കാർ ആരംഭിച്ചു. തൽഫലമായി എല്ലാ പ്രധാന ഭക്ഷണങ്ങളുടെയും ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. മാംസം, പാൽ, മുട്ട എന്നിവ വലിയ അളവിലുള്ളതിനാൽ സൗദി അറേബ്യ നിലവിൽ നിരവധി ഉപഭോഗ വസ്തുക്കളിൽ പൂർണ്ണമായും സ്വയം പര്യാപ്തമാണ്. സൗദി അറേബ്യയുടെ വർദ്ധിച്ചുവരുന്ന ഭക്ഷ്യ ഉൽപാദനത്തിന്റെ ഫലമായി ഭക്ഷ്യ ഇറക്കുമതിയിൽ ഒരു കുറവുണ്ടായി. ഇപ്പോൾ ഗോതമ്പ്, ഈന്തപ്പഴം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, മത്സ്യം, ചിക്കൻ എന്നിവയുൾപ്പെടെയുള്ള മറ്റു വസ്തുക്കൾ ലോകമെമ്പാടുമുള്ള വിപണികളിലേക്ക് സൗദി കയറ്റുമതി ചെയ്യുന്നു. പ്രോജക്ടിന്റെ തുടക്കത്തിൽ പാലുൽപ്പന്നങ്ങൾ, മാംസം, കോഴി, മുട്ട ഉൽപാദനം എന്നിവ സ്ഥാപിക്കപ്പെട്ടു. 1985 ആയപ്പോഴേക്കും പ്രാദേശിക ഫാമുകൾ മുമ്പ് ഇറക്കുമതി ചെയ്ത നിരവധി ഇനങ്ങളുടെ ആഭ്യന്തര ആവശ്യം നിറവേറ്റിയിരുന്നു. ഇപ്പോൾ സൗദി അറേബ്യ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വികസിതവും ഏറ്റവും വലിയതുമായ ഡയറി ഫാമുകളുടെ ആസ്ഥാനമാണ്. ഒരു പശുവിന് 1800 ഗാലൻ എന്ന നിരക്കിൽ വാർഷിക പാലുൽപാദന നിരക്ക് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. സർക്കാർ പിന്തുണയോടെ സ്വകാര്യ മേഖല നിക്ഷേപം നടത്തുന്ന ഉയർന്നു വരുന്ന മേഖലകളിൽ ഒന്നാണ് അക്വാകൾച്ചർ. കടലിലോ കരയിലോ മത്സ്യ ഫാമുകളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യയുടെ ചെങ്കടൽ തീരത്താണ് ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത്. ചെമ്മീൻ കൃഷിയുടെ കാര്യത്തിൽ ഇത് വൻ വിജയമാണ്. ജിദ്ദയുടെ തെക്ക് ഭാഗത്തുള്ള ഈ ചെമ്മീൻ കൃഷി സൗദി ഹൈഡ്രോളജിസ്റ്റുകളും മറൈൻ എഞ്ചിനീയർമാരുമാണ് നടത്തുന്നത്. അവരുടെ വിലമതിക്കപ്പെടുന്ന ചെമ്മീനുകൾ സൗദി അറേബ്യയിലെ നാഷണൽ ചെമ്മീൻ കമ്പനിയായ അൽ റൂബിയൻ US-ലേക്കും ജപ്പാനിലേക്കും വിൽക്കുന്നു. ഉദാഹരണത്തിന് രാജ്യത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാർഷിക നേട്ടം ഗോതമ്പ് ഇറക്കുമതിക്കാരനിൽ നിന്ന് ഗോതമ്പ് കയറ്റുമതിക്കാരനിലേക്ക് അതിവേഗം മാറിയതാണ്. അത് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടു. 1978 രാജ്യത്തെ ആദ്യത്തെ ഗ്രെയിൻ സിലോകൾ നിർമ്മിച്ചത്. 1984 ഗോതമ്പ് കയറ്റുമതിയും സൗദി ആരംഭിച്ചു. ചൈനയും മുൻ സോവിയറ്റ് യൂണിയനും ഉൾപ്പെടെ 30 രാജ്യങ്ങളിലേക്ക് സൗദി അറേബ്യ അധികം താമസിയാതെ ഗോതമ്പ് കയറ്റുമതി ചെയ്യാൻ തുടങ്ങി.
ആലിപ്പഴം, കാസീം എന്നിവ ഏക്കറിന് 3.6 ടണ്ണിലെത്തി. മറ്റ് ധാന്യങ്ങളായ ബാർലി, സോർഗം, തിന എന്നിവയും സൗദി കർഷകർ വലിയ അളവിൽ കൃഷി ചെയ്യുന്നു. വിലയേറിയ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി ഗോതമ്പിന്റെയും മറ്റ് ധാന്യങ്ങളുടെയും ഉൽപാദനം സമീപ വർഷങ്ങളിൽ ഗണ്യമായി വെട്ടിക്കുറച്ചിട്ടുണ്ട്. മെച്ചപ്പെട്ട കൃഷിയും ഗതാഗത രീതികളും സൗദി അറേബ്യയിൽ പഴം, പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കാരണമായി. സൗദി അറേബ്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വൻതോതിൽ കയറ്റി അയക്കുന്നു. തണ്ണിമത്തൻ, മുന്തിരി, സിട്രസ് പഴങ്ങൾ, ഉള്ളി, സ്ക്വാഷ്, തക്കാളി എന്നിവ രാജ്യത്തെ ഏറ്റവും സമൃദ്ധമായ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ ഉയർന്ന സ്ഥാനത്താണ്. പൈനാപ്പിൾ, പാവൽ, വാഴ, മാമ്പഴം, പേരക്ക തുടങ്ങിയ ഉഷ്ണമേഖലാ പഴങ്ങൾ സൗദി അറേബ്യയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ജസാനിലെ അൽ ഹിക്മർ ഗവേഷണ കേന്ദ്രത്തിൽ വളർത്തുന്നു. ഈ കാർഷിക വിപ്ലവത്തിന്റെ ഫലമായി മുമ്പത്തെ ഏതാനും തലമുറകൾക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയാത്ത വൈവിധ്യമാർന്ന നാടൻ പാചക രീതികൾ ലഭ്യമായി എന്ന് വേണം പറയാൻ. സൗദി അറേബ്യക്കാർ ഈന്തപ്പഴത്തെ പോഷകാഹാരത്തിന്റെ പ്രാഥമിക സ്രോതസ്സായി ആശ്രയിക്കുന്നില്ല. എന്നിരുന്നാലും അവ ഇപ്പോഴും ഒരു പ്രധാന സപ്ലിമെന്റ് ആണ്. ഓരോ വർഷവും ഏകദേശം 1.5 ദശലക്ഷം ടൺ ഈന്തപ്പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. 450 വ്യത്യസ്ത ഇനങ്ങൾ. അവ ലോകമെമ്പാടും മാനുഷിക സഹായമായി ഉപയോഗിക്കുന്നു. അൽ ഹസയിലേത് ഉൾപ്പെടെ നിരവധി ഫാക്ടറികൾ വിദേശ സഹായത്തിനായുള്ള ഈന്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്നതിന് മാത്രമായി സമർപ്പിക്കുന്നു. പട്ടിണിയും ഭക്ഷ്യക്ഷാമവും പരിഹരിക്കുന്നതിനായി ഓരോ വർഷവും 10,000-കണക്കിന് ടൺ ഈന്തപ്പഴം സംഭാവന ചെയ്യുന്നു. പ്രാഥമികമായി ഐക്യരാഷ്ട്ര ഭക്ഷ്യ കാർഷിക സംഘടനയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിലൂടെ നിരവധി രാജ്യങ്ങൾ സൗദി അറേബ്യയുടെ ഭക്ഷ്യസഹായത്തിൽ നിന്ന് നേരിട്ട് പ്രയോജനം നേടിയിട്ടുണ്ട്. കൂടാതെ അമേരിക്കയ്ക്ക് പിന്നിൽ ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രണ്ടാമത്തെ രാജ്യമാണ് സൗദി. സൗദി അറേബ്യയുടെ കാർഷിക മേഖലയുടെ സമീപകാല വളർച്ചയ്ക്ക് പലിശരഹിത വായ്പകളും സാങ്കേതിക പിന്തുണാ സേവനങ്ങളും ഉൾപ്പെടെ വിവിധ സർക്കാർ സേവനങ്ങൾ അനിവാര്യമാണ്. കുറഞ്ഞ ചെലവിൽ വെള്ളം, ഇന്ധനം, വൈദ്യുതി എന്നിവയും അസംസ്കൃത വസ്തുക്കളുടെയും യന്ത്രസാമഗ്രികളുടെയും തീരുവരഹിത ഇറക്കുമതിയും കാർഷിക വ്യവസായത്തെ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ സൗദി ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ജനങ്ങളെയും സ്ഥാപനങ്ങളെയും വിദേശ സംയുക്ത സംരംഭ പങ്കാളികളെയും 10 വർഷം വരെ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ 2000 ഏപ്രിൽ മുതൽ നിലവിലുള്ള നിക്ഷേപ ചട്ടങ്ങൾ അധിക ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കാർഷിക നയം പ്രവർത്തനക്ഷമമാക്കുന്നതിന്റെ ചുമതലയുള്ള പ്രധാന സ്ഥാപനമാണ് കാർഷിക മന്ത്രാലയം. ഗവേഷണം നടത്തി കർഷകർക്ക് വിപുലീകരണ സേവനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. സൗദി അഗ്രികൾച്ചറൽ ബാങ്കായ സാബ് മറ്റൊരു സഹായ സ്ഥാപനമായി സബ്സിഡിയും പലിശരഹിത വായ്പയും നൽകുന്നു. ഗോതമ്പ് വാങ്ങാനും സംഭരിക്കാനും മാവ് മില്ലുകൾ നിർമ്മിക്കാനും മൃഗങ്ങളുടെ തീറ്റ ഉണ്ടാക്കാനും രാജ്യത്തുടനീളമുള്ള കൃഷിയെ സഹായിക്കുന്നതിനായി 1972 ഗ്രെയിൻ സിലോസ് ആൻഡ് ഫ്ലോർ മിൽസ് ഓർഗനൈസേഷൻ സ്ഥാപിതമായി. കാർഷിക മേഖലകളെ രാജ്യത്തെ പ്രധാന വിപണികളുമായി ബന്ധിപ്പിക്കുന്ന ഹൈവേകൾ നവീകരിക്കുന്നതിന് സൗദി അറേബ്യ ഗണ്യമായ തുക നിക്ഷേപിച്ചിട്ടുണ്ട്. വൈവിധ്യവൽക്കരണത്തിലും മെച്ചപ്പെട്ട കാര്യക്ഷമതയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മൂലധന പ്രോജക്ടുകൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർ പുതിയ കർഷകരെ പിന്തുണയ്ക്കുന്നത് തുടരുന്നു. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വികസന പദ്ധതികൾക്ക് കീഴിൽ ഭക്ഷ്യവിളകൾ വികസിപ്പിക്കുന്നതിനും വിളവ് വർദ്ധിപ്പിക്കുന്നതിനും കീടങ്ങളെ പ്രതിരോധിക്കുന്ന സസ്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഗവേഷണ പരിപാടികൾക്ക് സർക്കാർ ധനസഹായവും പിന്തുണയും നൽകുന്നു. സൗദി അറേബ്യൻ സർവകലാശാലകളിലെയും സ്ഥാപനങ്ങളിലെയും കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിൽ പ്രാദേശിക കർഷകരും ശാസ്ത്രജ്ഞരും ഈ സംരംഭങ്ങളിൽ സഹകരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തുടർച്ചയായ മണൽ മരുഭൂമിയായ റബ് അൽ ഖാലി സൗദി അറേബ്യയിലാണ്. ഇത് 6,50,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഹോളണ്ട്, ബെൽജിയം, ഫ്രാൻസ് എന്നിവയുടെ സംയോജിത പ്രദേശങ്ങളെക്കാൾ വലുതാണ്. മണൽത്തിട്ടകളുടെ അതിശയിപ്പിക്കുന്ന ഉയരവും 250 മീറ്റർ ആണ്. കൂടാതെ നദിയില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് സൗദി അറേബ്യ. രാജ്യത്തിന്റെ ഭൂരിഭാഗവും മരുഭൂമിയോ അർദ്ധവരണ്ടതോ ആയിരുന്നു. എന്നിരുന്നാലും നദികളില്ലെങ്കിലും പേർഷ്യൻ ഗൾഫ് മുതൽ ചെങ്കടൽ വരെ നീണ്ടുകിടക്കുന്ന ഒരു വലിയ തീരപ്രദേശമാണ് രാജ്യത്തിനുള്ളത്. എന്നാൽ രാജ്യത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസനവും ജല ഉപഭോഗത്തിലെ വർധനവും കാരണം വെള്ളം പരിമിതവും വളരെ വിലപ്പെട്ടതുമാണ്. തൽഫലമായി വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ വെള്ളമുണ്ടെന്ന് ഉറപ്പാക്കാൻ രാജ്യം പുതിയ വഴികൾ തേടി. ജലവിതരണത്തിനായി സൗദി അറേബ്യ പ്രധാനമായും ആശ്രയിക്കുന്നത് ജലസംഭരണികളെയാണ്. വലിയ ഭൂഗർഭ തടാകങ്ങളിലും ജലസംഭരണികളിലുമാണ് വെള്ളം സംഭരിക്കുന്നത്. 1970-കളിലാണ് ഈ ജലസ്രോതസ്സുകളുടെ ശേഷി കണ്ടെത്താനും മാപ്പ് ചെയ്യാനും കണക്കാക്കാനും സർക്കാർ ഗണ്യമായ ശ്രമം നടത്തിയത്. തൽഫലമായി ഏറ്റവും മികച്ച നഗര കാർഷിക സ്ഥലങ്ങളിൽ 10,000-കണക്കിന് ആഴത്തിലുള്ള കുഴൽ കിണറുകൾ കുഴിച്ചു. കടലാണ് മറ്റൊരു പ്രധാന ജലസ്രോതസ്. ലവണാംശമുള്ള കടൽ ജലത്തെ കുടിവെള്ളമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയായ ഡീസാലിനേഷൻ വഴിയാണ് ഇത് സാധ്യമാകുന്നത്. ലോകത്ത് ഏറ്റവും അധികം ഉപ്പുവെള്ളം കൊണ്ട് കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്നത് സൗദി അറേബ്യയാണ്. സലൈൻ വാട്ടർ കൺവേർഷൻ കോർപ്പറേഷൻ SWCC പ്രതിദിനം 3 ദശലക്ഷം ക്യൂബിക് മീറ്ററിലധികം കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന 27 ഡീസലിനേഷൻ പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നു.
നഗരങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ 70% ഈ പ്ലാന്റുകളിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ വ്യവസായത്തിന് ആവശ്യമായ വെള്ളത്തിന്റെ ഗണ്യമായ ഭാഗവും അവ വൈദ്യുതോർജ്ജത്തിന്റെ ഒരു പ്രധാന ഉറവിടം കൂടിയാണ്. റീസൈക്കിൾ ചെയ്ത വെള്ളം വളരുന്ന ജലസ്രോതസ്സാണ്. നഗരപ്രദേശങ്ങളിലെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വെള്ളം രാജ്യത്ത് കുറഞ്ഞത് 40% സമയമെങ്കിലും റീസൈക്കിൾ ചെയ്യണം. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി റിയാദിലും ജിദ്ദയിലും മറ്റു വലിയ മെട്രോപൊളിറ്റൻ വ്യവസായ കേന്ദ്രങ്ങളിലും റീസൈക്ലിംഗ് ഫാക്ടറികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൃഷിയിടങ്ങളിലും നഗര പാർക്കുകളിലും ജലസേചനം നടത്തുന്നത് റീസൈക്കിൾ ചെയ്ത വെള്ളം ഉപയോഗിച്ചാണ്. ഈ ശ്രമങ്ങളുടെയെല്ലാം ഫലമായി ഈ വലിയ മരുഭൂമി ഉൽപാദനക്ഷമമായി കൃഷിയിടമായി മാറി. 1976 4 ലക്ഷം ഏക്കറിൽ താഴെ മാത്രമേ കൃഷിയോഗ്യമായ ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 21ാം നൂറ്റാണ്ടോടെ ദശലക്ഷക്കണക്കിന് ഏക്കർ ഫലഭൂയിഷ്ഠമായ ഭൂമിയുണ്ട്. സൗദി അറേബ്യയിലെ കാർഷിക പുരോഗതിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഇവിടെ കഴിയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.